ആക്റ്റീവ് ഇൻകവും പാസീവ് ഇൻകവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ ചെറുപ്പത്തിലെ തന്നെ നമ്മുടെ സ്കൂൾ ലെവലിലൊക്കെ തന്നെ ഇത് മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അല്ലെങ്കിൽ നമുക്ക് ആക്റ്റീവ് ഇൻകം മാത്രം ഉള്ളൊരു വ്യക്തിയായി മാറാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തിനും വർക്കിനും അനുസരിച്ച് നമുക്ക് പൈസ ലഭിക്കുന്നു. എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പോയി ഒരു ടീച്ചർ അല്ലെങ്കിൽ നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു, എക്സാമ്പിൾ ഒരു ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാനൊരു ഡെലിവറി ജോബ് ചെയ്യുന്നു, വാട്ടെവർ എന്തെങ്കിലും നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമ്മളവിടെ സമയം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് പൈസ ലഭിക്കുന്നു. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു പൈസയും കിട്ടില്ല. പാസീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ സമയം കൊടുത്തില്ലെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ജോലിയൊന്നും ചെയ്തില്ലെങ്കിലും അല്ലെങ്കിൽ വളരെ കുറച്ച് ജോലി ചെയ്താലും നമുക്ക് പൈസ വന്നുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോഴും പൈസ വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ളൊരു പാർട്ടിനെയാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു യൂട്യൂബർ ആണെങ്കിൽ യൂട്യൂബിൽ എൻ്റെ കണ്ടൻറ്റുകൾ ചെയ്ത് മോണിറ്റൈസ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങുമ്പോഴും എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം ലഭിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബുക്ക്, അങ്ങനെയുള്ള എന്തെങ്കിലും പ്രൊഡക്ട്സ് വഴി നമ്മളെന്തെങ്കിലുമൊക്കെ ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്തത് വഴി അങ്ങനെ നമ്മൾ വർക്ക് ചെയ്യാത്തപ്പോഴും നമുക്ക് അതിൽ നിന്ന് ഏർണിങ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ ഒരു പാസീവ് ഇൻകം എന്ന് പറയുന്നു.